മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണ്. നേരെ മറുപടി പറയാനുള്ളത്, അയാൾ പണ്ടേ തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി. അയാൾ ഇതിനകത്ത് ഇരിക്കാൻ അർഹനല്ലെന്ന് അയാൾക്കറിയാം. പിന്നെ അയാൾ വൃത്തിയിൽ നിന്ന് രാജിവെച്ചേ പോകണമെന്ന് ആഗ്രഹിച്ചവനാണ്. പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ, അതല്ലേ ഞാൻ പറഞ്ഞു, മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണ്, അതും പറഞ്ഞിട്ട് രാജിവെച്ചു. അവിടെ എനിക്കെന്താ എന്തിളക്കം തട്ടാനാണ്? പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചു പോകില്ല. ആ അതെ, ഞാൻ പത്രത്തിൽ കണ്ടു, ടി വിയിലേക്ക്. അതൊക്കെ അവരുടെ അഭിപ്രായമായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ മുഖ്യമന്ത്രിയുടെ തലയിൽ വെക്കണം. മുഖ്യമന്ത്രിയുടെ ശൈലി നിങ്ങൾക്ക് അറിയാമല്ലോ. 2 ടൈം ജയിച്ചപ്പോഴെല്ലാം മുഖ്യമന്ത്രിയുടെ പൊക്കി പിണറായി വിജയൻ വലിയ കേമൻ, അങ്ങനെയുള്ള കഴിവുകളും ഒക്കെ പറ്റി നിങ്ങൾ പ്രശംസിച്ച ആളുകളാണ്. ഇപ്പോൾ ഒരു പാർട്ടി തോൽവി സംഭവിച്ചപ്പോൾ പിണറായി കൊള്ളാത്തവനായി. അപ്പം നല്ല കാലത്ത് ഇവരെല്ലാം സൂചിക്കുകയും ഇത്തിരി മോശം വന്നപ്പോൾ പിണറായിയുടെ മാത്രം തല വെക്കണം. ശരിയാണ്, അത് ശരിയല്ല, മാന്യമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. ഈ തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നും സെൻട്രൽ പാർലമെന്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. എത്ര കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ച്? കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ജയിച്ച്, ഇത്തവണ ഒരാൾ ജയിച്ച്. ബാക്കിയെല്ലാം എന്നും കോൺഗ്രസ്സുകാരും കൊണ്ടുപോണത്. അത് കഴിഞ്ഞിട്ട് നേരെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരട്ടെ, നേരെ തിരിച്ച് അവിടെ എല്ലാം ഇടതുപക്ഷമാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരെ കാണാറില്ല. അപ്പോൾ ഈ സെൻട്രലിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട എന്നൊരു ചിന്ത. അത് നിങ്ങൾ സത്യം തുറന്നു പറയണം. മീഡിയ അത് പറയുന്നില്ലല്ലോ. നിങ്ങൾ പലരും പേടിച്ചൊളിക്കുന്നു. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല? കാന്തപുരം വരെ ഉണ്ടായിട്ട് പോലും മലബാർ പ്രദേശത്ത് കാന്തപുരത്തിന് സപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ ഇടതുപക്ഷത്തിൽ. അതിൻ്റെ കാരണമുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP ഇവിടെ വരരുതെന്ന് അഖിലേന്ത്യാ തലത്തിൽ ഉള്ള തീരുമാനം മുസ്ലിങ്ങളുടേതാണ്. ഇന്ത്യ ഭരിക്കാൻ BJP ഉണ്ടാകരുത്. അത് നടപ്പാക്കുക സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ സാധിക്കില്ല. അത് സാധിക്കുന്നത് കോൺഗ്രസിനേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്നുള്ള അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിങ്ങളുടെ തീരുമാനം അവർ നടപ്പാക്കി. അപ്പോൾ നടപ്പിലാക്കിയപ്പോൾ അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ. കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർ BJPക്കെതിരായി നിൽക്കുന്നുള്ളതിന് തവറപ്പ്. അതിനേക്കാളും സ്ട്രോങ് ആയി നിന്ന് BJPക്കെതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസ്സുകാരായ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവരെല്ലാം കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു. നേരെ തിരിച്ചു വരുമ്പോൾ ഇതിനടുത്ത് നോക്കിയുള്ളൂ, ഈ പറഞ്ഞ നിലപാട് അവർ മാറ്റും, ഉറപ്പാണ്. അത് കേരള ഭരണം വരുമ്പോൾ നേരെ തിരിച്ചും വരും. അങ്ങനെ തിരിച്ചു വന്ന ചരിത്രമല്ലേ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ട് ആരും തുള്ളിയിട്ട് കാര്യമില്ല.